ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി മലയാളി ഹാജിമാർ മദീനയിലെത്തി. കനത്ത ചൂടാണ് മദീനയിലും അനുഭവപ്പെടുന്നത്. ഹജ്ജ് കാലം ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് സമ്മാനിക്കുക. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തിയ മലയാളി ഹാജിമാരുടെ ആദ്യ സംഘം മദീന സന്ദർശനത്തിനായി ഇന്നലെ മുതൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ മുതൽ വ്യത്യസ്ത സംഘങ്ങളായി ബസ്സുകളിലാണ് ഹാജിമാർ മദീനയിലേക്ക് പുറപ്പെട്ടത്. ഇന്നലെ വൈകുന്നേരത്തോടെ ഹറമിലെത്തിയ വിശ്വാസികൾ മദീനയിൽ സന്ദർശനം പൂർത്തിയാക്കുകയാണ്. 8 ദിവസമാണ് മദീനയിൽ ഹാജിമാർ തങ്ങുക. മലയാളി ഹാജിമാരെല്ലാം ഈ സന്ദർശനത്തിന് ശേഷം നാട്ടിലേക്ക് ഇവിടെ നിന്നും മടങ്ങും. ജിദ്ദ വഴിയുള്ള ഇന്ത്യൻ ഹാജിമാരുടെ ആദ്യ സംഘം ഇന്നലെ മുതൽ നാട്ടിലെത്തിയിട്ടുണ്ട്. മക്കയിൽ നിന്നും മടങ്ങുന്ന ഹാജിമാർ വ്യത്യസ്ത വികാരങ്ങളിലാണ്. പറയേണ്ടതെന്നറിയില്ല, അത്രയും സന്തോഷത്തിലാണ്, അത്രയും നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സംശയങ്ങളായിരുന്നു. എനിക്ക് മര്യാദക്ക് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് ഹജ്ജ്? നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇത് കേൾക്കുന്നതാണ്. നിസ്കരിക്കുന്ന കാലം തൊട്ട് നമ്മൾ കഅബയിലേക്ക് തിരിഞ്ഞു നിന്നിട്ടെന്ന് പറയും. അപ്പോൾ നമുക്ക് കഅബ ആദ്യം കണ്ട സമയത്ത് ഉള്ള ഫീല് അതെങ്ങനെയാണെന്ന് പറയേണ്ടതെന്ന് അറിയുന്നില്ല. അതേപോലെ നബി റൗളയിൽ പോയപ്പോൾ എങ്ങനെ സന്തോഷം കൊണ്ടാണോ അതോ സങ്കടം കൊണ്ടാണോ പൊട്ടിക്കരയണമെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെയെല്ലാം ഞങ്ങൾ കുറേ ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. അവിടെയെല്ലാം എല്ലാം നമുക്ക് സ്റ്റേ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് അറഫയിലാണ്. അറഫയിൽ ഇത്രയും ജനങ്ങൾ ഒന്നിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്ത് എന്താ പറയുക, എങ്ങനെയാണ് ഇത്രയും നല്ല ഫെസിലിറ്റീസൊക്കെ തരാൻ പറ്റണതെന്ന് നമുക്ക് അറിയണില്ല. കഅബക്കരികിലെത്തി വിടവാങ്ങൽ തവാഫ് കർമ്മം പൂർത്തിയാക്കിയാണ് ഹാജിമാർ മദീനയിലേക്ക് എത്തുന്നത്. ഹജ്ജ് എന്ന് പറഞ്ഞ ജീവിതത്തിൽ കിട്ടാവുന്ന ഒരു സ്വപ്നമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചു. വളരെ അനുഗ്രഹം. ജീവിതത്തിൽ തുടർന്ന് ഹജ്ജ് ചെയ്ത ഒരു വ്യക്തിത്വം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ദീനനുസരിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതനുസരിച്ച് ജീവിക്കാൻ പരമാവധി ശ്രമിക്കും. ഹജ്ജ് ചെയ്തിട്ട് ഒരാൾ സ്വർഗത്തിൽ പോകത്തില്ല. ഹജ്ജ് ചെയ്ത് അതനുസരിച്ച് അവൻ എന്താണോ നാളുകൾ പ്രവർത്തിക്കുന്നത് അതനുസരിച്ച് അവൻ്റെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നു. ഈ മാസം 30 ആദ്യ സംഘം കേരളത്തിൽ മടങ്ങിയെത്തും. ഇത്തവണ 18,000 ഹാജിമാരാണ് കേരളത്തിൽ നിന്നും ഹജ്ജിൽ പങ്കെടുത്തത്. സർവകാല റെക്കോർഡാണിത്. വളരെ റാഹത്തായ രൂപത്തിലാണ് ഈ വർഷം ഹജ്ജിന് പങ്കെടുക്കാൻ കഴിഞ്ഞതും അതിൽ സംഗമിച്ചതും. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷമായിരുന്നു. അറഫ, മിന, മുസ്ദലിഫൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായ രൂപത്തിലാണ് കൈകാര്യം ചെയ്യാൻ പറ്റിയത്. പ്രത്യേകിച്ച് അറഫയിൽ ഈ വർഷം ചെറിയൊരു പ്രയാസമായി ഞങ്ങൾക്ക് തോന്നിയത് നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരുടെ തസ്രീഹില്ലാത്തതിൻ്റെ പേരിൽ പിന്നെ ഹാജിമാർക്ക് സേവനം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു വേദന. അത് അവർക്കും അതിനേക്കാൾ കൂടുതൽ ഹാജിമാരായ ഞങ്ങൾക്കും ബോധ്യപ്പെട്ടതാണ്. കാരണം അവരുടെയൊക്കെ സഹായത്തോടു കൂടെ വളരെ സന്തോഷമായ രൂപത്തിലാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ അനുഭവിച്ചതാണ്. അവരൊക്കെ RSC, KMCC തുടങ്ങിയ മുഴുവൻ സംഘടനകളും അതിനുവേണ്ടി വല്ലാതെ ഹാജിമാർക്ക് വേണ്ടി പ്രയത്നിച്ചവരാണ്. അവരുടെ സഹായം ഈ വർഷം അറഫൻ്റെ അന്ന് കഴിഞ്ഞില്ലെങ്കിലും അറഫ വിട്ട് ഞങ്ങൾ മിനയിൽ എത്തുമ്പോഴത്തേനുമായ എല്ലാ സംഘടന പ്രവർത്തകന്മാരും ഇവിടെ എത്തി ഞങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. കൊടും ചൂടിലായിരുന്നു ഹജ്ജ്. വളണ്ടിയർമാരുടെ സേവനത്തിനായി 90 പേരാണ് സംസ്ഥാന സർക്കാരിന് കീഴിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ കേരളത്തിൽ നിന്നും എത്തിയത്. ഹജ്ജ് പൊതുവേ നല്ല ഹജ്ജായിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഒന്നാമത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹാജിമാർ വന്നൊരു ഹജ്ജായിരുന്നു. പക്ഷേ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത് ഈ മക്തബ് മാറ്റിയ ചില വിഷയങ്ങളുണ്ടായി. അതുകൊണ്ട് ഹാജിമാർക്ക് ചില സ്ഥലങ്ങളിൽ കൃത്യസമയത്ത് ബസ് കിട്ടാതിരിക്കുക, അതുപോലെ തന്നെ ടെൻറ്റുകളിൽ വിചാരിച്ച രീതിയിലുള്ള ബെഡ് സ്പേസ് കിട്ടാതിരിക്കുക, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് ഹാജിമാർ കൃത്യസമയത്തിൽ അറഫയിൽ എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഹാജിമാർ മടങ്ങുമ്പോൾ ചില പ്രയാസങ്ങൾ ബാക്കിയുണ്ട്. കൂടെ വന്നവരിൽ 15ഓളം പേർ മരണപ്പെട്ടു. ചിലരെ കാണാതായി. അവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. നിലവിൽ മിസ്സിംഗ് കേസ് 1 മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ മിസ്സിംഗ് കേസുകളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലുള്ള മിസ്സിംഗ് കേസുകൾ നമ്മൾ എല്ലാ നെറ്റ്വർക്കിലേക്കും, അതായത് ഇവിടുത്തെ സൗദിയിലുള്ള എല്ലാ ഹോസ്പിറ്റൽ നെറ്റ്വർക്കിലും അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് വിവിധ സംഘടനകൾ അവരുമായി അന്വേഷിക്കുന്നുണ്ട്. എല്ലാ സോഴ്സും ഞങ്ങളത് ഉപയോഗിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
നേരത്തെ മിസ്സിംഗ് കേസ് 3 ഉണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ ദിവസം 3 ഉണ്ടായിരുന്നു. ആ 3 പിന്നെ 2 ആൾക്കാർ മരണപ്പെട്ടത് വിവരം കിട്ടിയിട്ടുണ്ട്. അത് ഇന്ന് മുഅസ്സി മോർച്ചറിയിൽ പോയിട്ട് അത് സ്ഥിരീകരിക്കുകയും അവരുടെ മരണം ഉറപ്പാക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ചില ഹജ്ജ് ഏജൻസികളുടെ സേവനം സംബന്ധിച്ച് പരാതികൾ ഉയർന്നിരുന്നു. സ്വകാര്യ ഗ്രൂപ്പിലെയും സർക്കാർ ഗ്രൂപ്പിലെയും ചില ഏജൻസികൾക്കെതിരെയായിരുന്നു ഇത്. ഇവർക്കെതിരെ ഹാജിമാരും ഇന്ത്യൻ ഹജ്ജ് മിഷനും പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരം കമ്പനികൾ കരിമ്പട്ടികയിലേക്ക് മാറ്റുകയാണ് സൗദി ഭരണകൂടം ചെയ്യുക. ആരോഗ്യവും സമ്പത്തുമുള്ള വിശ്വാസിക്ക് മാത്രം നിർബന്ധമായ കർമ്മമാണ് ഹജ്ജ്. ആരോഗ്യമെന്ന് അതിൽ എടുത്തു പറയുന്നത് വെറുതെയല്ല. കേരളത്തിൽ നിന്നും വരുന്ന ഹാജിമാരിൽ നല്ലൊരു പങ്കും പ്രായമേറിയവരാണ്. ഹജ്ജ് നല്ല പ്രായത്തിൽ ഏറെ വ്യക്തതയോടെ ചെയ്യേണ്ട കർമ്മവുമാണ്. അത് ഹാജിമാർക്ക് പ്രയാസത്തോടെ ബോധ്യപ്പെട്ട ഹജ്ജ് കാലമായിരുന്നു ഇത്. കനത്ത ചൂടുള്ള കാലം. ആരോഗ്യമുള്ളവരാകട്ടെ പ്രയാസമുണ്ടായെങ്കിലും ആശ്വാസത്തോടെ അത് ചെയ്തു തീർത്തു. ചൂട് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കാൻ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ചൂട് അല്ലെങ്കിൽ മുസ്തലിഫയിൽ നിന്ന് ഞങ്ങൾ ആ മിനായിലേക്ക് നടന്ന് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ആ ഒരു സ്പിരിറ്റോട് കൂടി തന്നെയാണ് അതൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. ചൂടൊന്നും ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഹജ്ജിലേക്കെത്തുമ്പോൾ നാട്ടിൽ പഠിച്ച ക്ലാസ്സുകളിലെ വാക്കുകളല്ല അനുഭവപ്പെടുക. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. എല്ലാ അനുഭവത്തിൽ വരുമ്പോൾ ശരിക്ക് ഹജ്ജ് എന്തെന്നാണ് മനസ്സിലായത്. ഹജ്ജ് ചെറുപ്പത്തിലേ ഹജ്ജ് കേൾക്കുന്നതല്ല, പക്ഷേ എങ്കിൽ അത് എങ്ങനെയാണെന്ന് മനസ്സിലായത് ഇവിടെ വന്ന് ഹജ്ജ് ചെയ്തേരിയ കേട്ട പോലെ അല്ല ഹജ്ജ്. ഹജ്ജ് വ്യക്തികളിൽ സ്വാധീനമുണ്ടാക്കുന്നതും പല തരത്തിലാണ്. നിരന്തരം ഉള്ള അള്ളാഹുവിനുള്ള പ്രാർത്ഥനയുടെ ഫലമായി ഇവിടെ എത്തിച്ചേരാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇനിയുള്ള ശിഷ്ട ജീവിതകാലം ഒരു പുതിയ അനുഭവമായിട്ട്, ഒരു പുതിയ ആളായിട്ട് മുന്നേറാനുള്ള ഒരു ശ്രമം ഉണ്ടായിരിക്കുന്നതാണ്. ഹജ്ജ് അവസാനിച്ചു. ഇനി അടുത്ത ഹജ്ജ് കാലത്തിലേക്കുള്ള കാത്തിരിപ്പാണ്.